തലയ്ക്കുമീതെ ഏതു സമയത്തും നിലംപൊത്താവുന്ന വലിയ പാറയ്ക്ക് കീഴിലാണ് നിലമ്പൂർ മുണ്ടേരി അപ്പൻകാപ്പ് നഗറുകാരുടെ ജീവിതം. മഴ കനത്താൽ പാറയ്ക്കിടയിലൂടെ വെള്ളമിറങ്ങി ഏത് നിമിഷവും താഴേക്ക് പതിക്കാം. മഴ ശക്തമായതോടെ 214 കുടുംബങ്ങളെ താൽക്കാലികമായി ക്യാമ്പിലേക്ക് മാറ്റി. കാടിനുള്ളിലെ മലമുകളിലെ വലിയ പാറക്കെട്ടാണ് ഇന്ന് നിലമ്പൂർ മുണ്ടേരിയിലെ അപ്പൻകാപ്പ് നഗറിൽ ജീവിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നത്. മഴയൊന്ന് കനത്തു പെയ്താൽ ഏതു നിമിഷവും വലിയ പാറയ്ക്കൊപ്പം കുതിച്ചെത്തുന്ന മണ്ണും വെള്ളവും അപ്പൻകാപ്പ് നഗറിലെത്തും. മേഖലയിലെ വീടുകൾക്കും ജീവനുകൾക്കും ഏറെ ഭീഷണിയാണിത്. ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ പാറയ്ക്കിടയിലെ മണ്ണ് ഒലിച്ചുപോയതോടെയാണ് മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിച്ചത്. മലമുകളിൽ നിലനിൽക്കുന്ന വലിയ പാറകളും ഉറപ്പില്ലാത്ത മണ്ണുമാണ് മേഖലയിലെ അപകട ഭീഷണിക്ക് കാരണം. കൂടാതെ സമാന രീതിയിൽ മേഖലയിൽ പലയിടത്തും വ്യാപക മണ്ണിടിച്ചിലുമുണ്ട്. നമ്മുടെ പേരിന്റെ മേലെ കുറച്ച് പാറ ഇന്നോ നാളെയായിട്ട് വരുന്നതാണ് നമ്മളൊരു വിശ്വാസം. മഴയൊക്കെ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ പറയാനൊന്നും പറ്റൂല. ചിലപ്പോൾ എപ്പോഴും ഇന്നോ നാളെയായിട്ട് വരാനായിട്ട് നിൽക്കുകയാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് ഇപ്പം അപ്പൻകാപ്പിൽ. അപ്പോൾ രാത്രിയെ പേടിയുള്ളൂ. അവിടെ പകൽ പോയി നിൽക്കണമാർക്കെല്ലാം പകൽ എന്ത് വേണം ഒച്ചമ്പുള്ളി ഉണ്ടായി നമുക്ക് എങ്ങോട്ടും മാറാം. രാത്രി അങ്ങനെ അല്ലല്ലോ. രാത്രി മഴ പെയ്ത് എങ്ങോട്ട് മാറും കുട്ടികളും മക്കളായിട്ട്. അപ്പോൾ അത്ര ഒരു സങ്കടത്തിലാണ് ഇപ്പോൾ അപ്പൻകാപ്പ് കോളനി ഉള്ളത്. 124 കുടുംബങ്ങളിലായി 489 പേരാണ് നഗറിലെ താമസക്കാർ. മഴ ശക്തമായതിനെ തുടർന്ന് പഞ്ചായത്ത് ഇടപെട്ട് താൽക്കാലികമായി ഇവരെ മുണ്ടേരി സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൻകാപ്പ് നഗറിലെ വീടുകൾക്ക് മുകളിലുള്ള നല്ല കുന്നായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ വലിയൊരു പാറയ്ക്കിടയിൽ വിള്ളൽ വന്നിട്ടുണ്ട്. അത് ഇവർക്ക് നല്ല ഭീഷണിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്ത് ജിയോളജിയിലേക്ക് റിപ്പോർട്ട് അയക്കുകയും ജിയോളജി ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇപ്പം നിലവിലുള്ളത്. കാരണം ആ ഒരു പാറ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ മൊത്തം വന്ന് കോളനിയെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പം നിലവിൽ അപ്പൻകാപ്പ് നഗറിലെ അന്തേവാസികളുടെ അവസ്ഥ വളരെ ഒരു ഡേഞ്ചർ അപകടപരമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പഞ്ചായത്ത് നൽകിയ അപേക്ഷയിൽ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി. മേഖലയിൽ അപകടാവസ്ഥ നിലനിൽക്കുന്നതായും പരിശോധനയിൽ വിലയിരുത്തി. പാറയ്ക്കിടയിലൂടെ മണ്ണൊലിച്ചിറങ്ങി ഏത് നിമിഷവും നിലം പതിക്കാവുന്ന രീതിയിലാണ് വലിയ കല്ലുകളെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. ന്യൂസ് മലയാളം, മലപ്പുറം.